ദളപതി വിജയനെ കാണുവാനുള്ള 37-ാം ദിവസത്തിലേക്ക് എല്ലാവരും കടന്നിരിക്കുകയാണ്. സമയം ഇപ്പോ 4 മണിയായി. നമ്മള് ഇപ്പോഴാണ് വെക്കേറ്റ് ചെയ്യാൻ പോകുന്നത്. അതായത് വൈകിട്ട്, ഇന്ന് വെള്ളിയാഴ്ച ദിവസം ആയതുകൊണ്ട് തന്നെ പള്ളിയിൽ പോകാനും പറ്റി. അതുപോലെ നമ്മുടെ കുറെ അധികം വർക്കും കാര്യങ്ങളൊക്കെ പെൻഡിങ് ഉണ്ടായിരുന്നു. യൂട്യൂബിലെ വർക്കും കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാലോ, എല്ലാം നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് പോകുന്നത്. അപ്പോൾ എന്റെ ടാബിലാണെങ്കിൽ ഓൾറെഡി നല്ല രീതിയിലുള്ള സ്റ്റോറേജ് ഫുള്ളായി. അതെല്ലാം പെൻഡ്രൈവും മറ്റു കാര്യങ്ങളിലേക്കൊക്കെ മാറ്റാനും ഒത്തിരി സമയമെടുത്തു. വീഡിയോ എഡിറ്റ് ചെയ്തിടാനും സമയമെടുത്തു. ഇനി വേണം എനിക്ക് നമ്മുടെ ഷോർട്സ് വീഡിയോ ഇന്നത്തെ റെഡിയാക്കാൻ. ദളപതി വിജയനെ കാണുവാൻ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പോവാം. നൈസ്. നമ്മള് ബാക്കോട്ട് പോകണ്ട, മുമ്പോട്ട് പോകട്ടോ. നമ്മൾ NH റോഡിലോട്ട് വന്ന് കയറിയിട്ടുണ്ട്. നല്ല തിരക്കാട്ടോ. തിരക്കെന്ന് പറഞ്ഞാൽ അന്യായ തിരക്കാണ്. പക്ഷെ ചൂടുണ്ടോ? ചൂടില്ല കേട്ടോ. നമ്മൾ 4 മണി കഴിഞ്ഞിട്ട് ഇറങ്ങിയോണ്ട് ചൂട് വലിയ രീതിയിലില്ല. ഇന്നലെ നമ്മൾ കുറച്ചു നേരം അവിടെ ഇരുന്നാണ് റെസ്റ്റ് എടുത്തത്. അവിടുന്ന് കുറച്ചുകൂടെ മുന്നോട്ട് പോയാലാണ് നമ്മൾ ഇന്നലെ പോയിരുന്ന പോലീസ് സ്റ്റേഷനില്ലേ അവിടെ. അപ്പൊ നമ്മൾ ഇന്ന് വീണ്ടും റിപ്പീറ്റ് അടിക്കാണ്. ഇന്നത്തെ നമ്മുടെ എല്ലാവരുടെയും കാൽനട യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നത് ഗുഡുവഞ്ചേരി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ്. ഒരു ചെറിയ പാനിപൂരി വിൽക്കുന്ന കട. പാനിപൂരി വേണോ? ഈ കാണുന്നതാണ് ഗുഡുവഞ്ചേരി ടൗണ്. ഇന്നലെ നമ്മള് കുറെ നേരം വൈകിട്ട് റെസ്റ്റ് എടുക്കാൻ വേണ്ടി ഇരുന്നില്ലേ, ആ പോലീസ് സ്റ്റേഷൻ ആട്ടാ കാണുന്നത്. ഗുഡുവഞ്ചേരി പോലീസ് സ്റ്റേഷൻ. അവിടെ AC റൂമിനകത്ത് എത്ര നേരം ഇരിക്കും? അങ്ങോട്ടാണ് നമ്മളെ കാണുവാൻ വേണ്ടി ഇവിടുത്തെ ഡിസ്ട്രിക്ട് സെക്രട്ടറി വന്നത്. ഓട്ടോറിക്ഷയുടെ സ്റ്റൈല് കണ്ടോ? റോസ് പൂവ്, മുല്ലപ്പൂവ്, മറ്റെന്തോ കണ്ടോ? ഇഷ്ടംപോലെ പൂക്കള് തമിഴ്നാട്ടിൽ വന്നു കഴിഞ്ഞാൽ കിട്ടും. അതും വെറൈറ്റി ആയിട്ടുള്ള പൂക്കൾ. ഇപ്പൊ പച്ചക്കറി കട കണ്ടോ? ചെറിയൊരു കട. നിങ്ങളുടെ പേര് എന്തുകൊണ്ട് എനിക്ക് തോന്നി പ്രവാലോട്ട് എന്നാണോ? 15 ഓ ഇപ്പൊ അധികം 10 വണ്ടി വെക്കണ കാണുന്നത് സോപ്പിട്ടാണ് പതിപ്പിക്കുന്നത്. ഗ്ലാസും പാത്രക്കാരിലും അടിപൊളിയായിട്ട് കഴുകിയെടുക്കാണ്. കരിമ്പ് വേണോ? വേണ്ട, വേറൊക്കെ ഫുള്ളാ. ഇല്ലെങ്കിൽ ഒരു കരിമ്പ് കുടിച്ചിട്ട് എവിടെ പോകത്തുള്ളൂ. നമ്മുടെ കരിക്ക് കുടിക്കുമ്പോ ഉച്ചക്കൊന്നും കുടിക്കില്ലേ. രാവിലെ ഒക്കെ ആണെങ്കില് ഈ ലോങ് യാത്ര പോകുമ്പോ കരിക്ക് കുടിക്കാം. ഉച്ചക്കൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ നല്ല ചൂടായിരിക്കും. പിന്നെ അതേപോലെ കരിപ്പുള്ള അത് തന്നെ വാങ്ങിക്കൊടുക്കാം. കൃഷ്ണന്റെ ഓട്ടോ ആട്ടോ. ഓട്ടോ ആണോ? വീട്ടിലൊക്കെ വെറുതെ തുണി വെക്കാൻ വേണ്ടി മേശ പണിത് വെച്ചിട്ടില്ല നമ്മള്. ചൂരൽ മേശ, കസേര, തൂങ്ങി കിടന്ന് അടി കളിക്കാൻ. രാജമോന് വാങ്ങിച്ചോ പഠിക്കാനുള്ള സ്റ്റൂള്? അവിടുത്തെ ഭക്ഷണം കഴിക്കുന്നുണ്ടോ? ഇത് തൂക്കിയിടാ, അതിനകത്ത് ആടി കളിക്കാം. തൂങ്ങി കിടക്കുന്നുണ്ടോ? ചൂള് റെഡിയാക്കുന്നുണ്ടോ? അവര് ഹാൻഡ് മെയ്ഡ് ആയിട്ട് ഉണ്ടാക്കും കേട്ടോ പാത്രങ്ങൾ. ഇതിനെന്ത് പാത്രം എന്ന് പറയല്? പാത്രങ്ങൾ എന്ന് പറയും. അരക്കുന്നതിന്റെ, ഇടിക്കുന്നതിന്റെ, ചക്കണേ. ഇത് ചെടിച്ചട്ടി ചെടിച്ചട്ടി. ഇത് ആനപാത്രം നോക്കി കണ്ടോ? അരകല്ല്, കുഞ്ഞരകല്ല്. ഇതെല്ലാം ചെടി വെക്കണം. വീട്ടിനുള്ളിൽ ചെടി വെക്കണം, പുറത്ത് ചെടി വെക്കണം. വലിയ വലുതും ഉണ്ട്, ചെറുതും ഉണ്ട് കേട്ടോ. വലിയ ചെടിയൊക്കെ വെക്കുന്നത് കയറ് വെച്ചിട്ട് കയറ് വെച്ച് ഉണ്ടാക്കിയേക്കുന്ന കേട്ടോ. നല്ല ഭംഗിയുണ്ട്. വെച്ച് കയറുണ്ടാക്കും. ആ കയറ് വെച്ചിട്ട് അവരവിടെ ഇരുന്ന് ഉണ്ടാക്കും കേട്ടോ. ആ ഉണ്ടാക്കി വെച്ചാണ് ആ ഷീറ്റിനടി മുഴുവനും വെച്ചേക്കുന്നത്. കസേര ഉണ്ടോ? കുഞ്ഞു ടേബിള്, കുഞ്ഞു കസേര, മേശ, പുതിയ മോഡല്. ഇവര് ഇത് ചൂരല് വെച്ച് വളച്ച് ചകിരി വെച്ച് കെട്ടും. ചകിരിന്റെ കയർ. ഈ കാണുന്നത് പൊരിയാണ്. പൊരിയുണ്ട്, കടല, അതേപോലെ സവാള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. മസാല പൊരി. പൂക്കച്ചവടം ചെയ്യുന്ന കടയാട്ടോ. കുറെ അധികം പൂവുണ്ട് അവിടെ. നിനക്കാണോ പൂവാണോ? നല്ല രീതിയിലുള്ള ട്രാഫിക്. അതായത് നമ്മള് ചായക്കടയിൽ നിന്ന് 2 ചായ കുടിച്ചു. പൂവാട്ടോ. ചായ കുടിച്ചപ്പോ ഒരു എനർജി വേണം പോലെ അല്ലേ? ചായ കൊള്ളാം. ഇതൊരു ചെക്ക് പോസ്റ്റ് ആട്ടോ. T21 കിളാമ്പക്കം ഔട്ട് പോസ്റ്റ്. എന്റെ മോനെ അതൊക്കെ കളക് നഗർ സെൻട്രറി ബസ് ടെർമിനസ്. വലിയൊരു ബസ് സ്റ്റാൻഡ് ആട്ടോ. എന്റെ മോനെ വലുത്. അപ്പൊ ക്രൗഡൊക്കെ തീരെ കുറഞ്ഞു വന്നിട്ടുണ്ട്. കുറച്ചുകൂടെ കഴിയുമ്പോ ഇനി കുറവായിരിക്കും. അവിടെ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. അണ്ണ സുവോളജി പാർക്കൊക്കെ ഉണ്ട് കേട്ടോ. അതിന്റെ ബോർഡ് കാര്യങ്ങളൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അവിടെ അടിപൊളി ട്രാഫിക് ആട്ടോ. നമ്മൾ അപ്പുറത്തുനിന്ന് ഇങ്ങോട്ട് മാറുമോ?
പുറകിന്ന് വന്ന് ഓണടിച്ച് ചെവി അടിച്ച് പോറെ. പെട്ടെന്ന് പോ. ക്രോസ് ഡോറ് കുട്ടറ കൈ കാണിച്ചോ പൊക്കി പൊക്കി കൈ കാണിക്കും. ഇതെന്ത് വണ്ടി നല്ല ഐഡിയ ഉണ്ടോ? വേറെ ലെവല് സെറ്റപ്പ് ആട്ടോ. AC ഒക്കെ ഉണ്ടോ നല്ല രീതിയിലുള്ള ബ്ലോക്ക് ഉണ്ട് കേട്ടോ. അണ്ണാ സോളജിക്കൽ പാർക്കാ. ഇത് പാർക്കാട്ടോ. പാർക്കിന്റെ എൻട്രൻസ് ആണ് ഈ കാണുന്നത്. നമുക്ക് പാർക്കിൽ കയറാനുള്ള നേരമില്ല. ഇവിടെ കണ്ടോ കച്ചവടം കാര്യങ്ങളൊക്കെ ഇതിന്റെ ഷോട്ടിൽ തന്നെ ഉണ്ട് കേട്ടോ. പാർക്ക് പാർക്ക് പാർക്ക്. ഇത് പാമ്പിന്റെ പടം കണ്ടോ? പാമ്പ്, തത്ത, മറ്റേ പെറ്റ് സ്റ്റേഷൻ പോലെ അല്ലേ? ഓ മാന്. അതിനാധാരാ ഈ അടുത്ത് ഞാനൊരു കൊണ്ടുപോകും. കൊണ്ടുപോകും. ആഹാ റൈമുണ്ടല്ലോ ഇവിടെ. പോട്ടെ പോട്ടെ പോട്ടെ. ഈ ബാഗ് ഇട്ടോണ്ട് ഇവിടെ തിരിയാൻ പറ്റത്തില്ല. ഇവിടെ വിജയ് തല തിരിഞ്ഞു പോയി. അവിടെ മൈൻഡ് പോലും ഇല്ല കേട്ടോ. സത്തമാസത് ജീവിക്കണ ഹോറ്. മുകളിലൊരു ഫ്ലൈ ഓവർ ഉണ്ട് കേട്ടോ. നമ്മള് ഫ്ലൈ ഓവർ കയറിയില്ല. അതിന് പകരം നമ്മള് താഴത്തു കൂടെ നടന്നു പോവാണ്. സൈക്കിൾ എടുത്ത് വീട്ടിൽ കൊണ്ടുപോയി ഞാൻ പറഞ്ഞല്ലോ. പാവാനെ വിളിക്കേണ്ടി പശുവിനെ വീട്ടിൽ കൊണ്ട് വീട്ടിക്കോ. അതല്ലേ ഇവിടെ മുഴുവനും വേസ്റ്റ് ആട്ടെ കിടക്കുന്നത്. കക്കൂസ് ടാങ്ക് അതേപടി ഇറക്കിക്കൊണ്ട് വന്ന് വെച്ചിട്ടുണ്ട്. അതൊക്കെ ഒരു വണ്ടി കൊണ്ടുപോകാ. മുല്ലപ്പൂവേ നാരങ്ങാമരം. നാരങ്ങ ഉണ്ട് കേട്ടോ. ഇതൊക്കെ പഴയ വീടാണ്. ഇതേത് പോവും ഇത് ലയോ ആട്ടോ. ഇതൊരു ചെറിയൊരു ടൗൺ. പോസ്റ്ററിൽ നിങ്ങൾക്കൊരു കളർ കാണാൻ പറ്റുന്നുണ്ടോ? അതിന്റെ തൊട്ടപ്പുറത്ത് ഇവിടുത്തെ ഒരു അമ്പലമാണ് ആ കാണുന്നത്. കണ്ണില്ലാതെ നിന്നെ നോക്കിയ ഒരാൾ കിടക്കുന്നുണ്ടോ? പഴയ വണ്ടി ആട്ടോ. ഈ വണ്ടിയില് വേസ്റ്റ് കയറ്റുന്നേട് കൂട്ടിട്ടേ. இங்க பக்கத்துல உட்காடுறோம். மழை போறதுக்கு அப்புறம் போனோம். തമിഴില് പേസ്. മഴ പൊടിയുന്നുണ്ട്. നമ്മളീ ഒരു കടയിൽ കയറി കുറച്ചു നേരം എന്നിട്ട് പോകാന്ന് വിചാരിച്ചിട്ടോ. ഓട്ടേരി ഇന്നടത്തുള്ള പേര്. ഇതൊരു ഫ്ലൈ ഓവർ ആട്ടോ. ഇത് എന്ത റൂട്ട് പോകുന്നത്? ഇത് ഇന്ത റൂട്ട് ഇന്ത സൈഡ് ചെന്നൈ. ഇത് ഫ്ലൈ ഓവറാ പൂന്താമല്ലി. ഇതാ ചെന്നൈ. അത് വേറെ റൂട്ട് പടാളം. ഓക്കെ നമ്മളപ്പോ കറക്റ്റ് റൂട്ടിലോട്ട് ഇറങ്ങി വന്നു കേട്ടോ. അങ്ങോട്ട് കയറിയായിരുന്നു മുഞ്ചേര് ഉണ്ടോ? അത് വേറെ റൂട്ടാ ഫ്ലൈ ഓവർ. പോണേ പാലക്കാട്. ഇത് ചെന്നൈ. ഞങ്ങളിപ്പോ നിൽക്കുന്നത് ബൈപ്പാസ് റോഡിന്റെ മുകളില് ഈ കാണുന്നത് ഒരു റൗണ്ട് അബൌട്ട് ആട്ടോ. ഇത് ചെന്നൈന്ന് വന്നിട്ട് ഇങ്ങനെ കറങ്ങി ചെന്നൈക്ക് പോകുന്നു. വേറെ റൂട്ട് പോകുന്നു. നമ്മള് ചെന്നൈക്ക് പോണെങ്കിൽ ഇവിടുന്ന് ഈ റൂട്ട് കറങ്ങി പോണം. ആ പോകുന്ന ട്രെയിൻ ആട്ടോ. ഇതിന്റെ അടി കൂടെ ട്രെയിനും ഉണ്ട്. നമ്മള് 3 പേരോട് വഴി ചോദിച്ചിട്ടോ. കാരണം വഴി തെറ്റി പോകാനുള്ള ചാൻസ് ഇവിടെ കൂടുതലാണ്. ഇങ്ങോട്ടോ വാ 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 ഇങ്ങോട്ടോ. ഇതിന്റെ നടുക്ക് നോക്കിയ ഒരു കുളം. ഇത് മോളിൽ നോക്കുമ്പോ നല്ല ഭംഗിയായിരിക്കും. ഹെലികോപ്റ്റർ ഷോട്ട് അവിടുന്ന് വണ്ടി വരുന്നുണ്ടോ? ചുറ്റി വണ്ടി വരും കേട്ടോ. അത് നോക്കിയാ നേരം റോഡിന് ക്രോസിംഗ് ഇല്ലെന്നല്ല നമ്മളോട് പറഞ്ഞേ. അത് വേറെ റൂട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്ന് കയറുന്ന റോഡായിരിക്കും ചിലപ്പോ. തീരൂല. ചീവീട് കേട്ടോ. ചീവീട് പാറ്റ അതുപോലെ നിൽക്കുന്ന മരം കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇവിടുത്തെ ട്രാഫിക് നോക്കിയേ. അന്യായ ട്രാഫിക് ആട്ടോ. ഞങ്ങൾ ക്രോസ് ചെയ്യാൻ തന്നെ 1/2 മണിക്കൂർ എടുത്തു. ഗൈസ് നമ്മളിപ്പോ ഉള്ളത് പെരങ്കൽത്തൂർ എന്ന് പറയുന്ന സ്ഥലത്താട്ടോ. അപ്പൊ ഇതുണ്ടോ? ഇതൊരു ബൈപ്പാസ് റോഡാണ്. കേറാൻ പറ്റേ ചോദിച്ചിട്ട് പോവാ. ഇതുണ്ട് ഇവിടുത്തെ ബിൽഡിങ്ങുകളും ഉണ്ടോ. എറണാകുളം പോലത്തെ ഒരു വലിയൊരു സിറ്റിയിലാണ് ഇപ്പൊ നമ്മൾ വന്ന് കയറിയേക്കുന്നത്. ഇവിടുത്തെ തിരക്കെന്ന് വെച്ചാല് അങ്ങോട്ട് ക്രോസ് ചെയ്യാൻ വേണ്ടി ഇരിക്കുവാണ് ഞങ്ങള്. അപ്പുറത്തേക്ക് 2 മിനിറ്റായി ഇവിടെ തന്നെ ഇരിക്കുന്നു. അത്രത്തോളം ട്രാഫിക് ഇവിടെ ഉണ്ട് കേട്ടോ. അതുകൊണ്ടോ ഈ ഫ്ലാറ്റില്ലേ ഈ ഫ്ലാറ്റിന് പകുതിയുള്ളത്. പക്ഷെ അതിന്റെ നോക്കിയോ അത് അതിന്റെ അടുത്ത് ചെല്ലുമ്പോ അത് വലുതാവും. ഞങ്ങൾ ക്രോസ് ചെയ്തേ. ട്രാഫിനെ കയറ്റാൻ വേണ്ടി ഓട്ടോ അടക്കാണ്. അടിക്കായിരിക്കും.
മുകളിൽ കൂടെ പോകാന്ന് വിചാരിച്ച, പക്ഷെ മുകളിലത്തെ റോഡ് ചെറിയ റോഡാട്ടോ. ആണോ 2 വണ്ടി 3 വണ്ടിക്ക് പോകാനുള്ള, പക്ഷെ ഇതെന്ന് വെച്ചാൽ 6 വണ്ടിക്ക് പോവാം. അപ്പൊ നമുക്ക് കുറച്ച് സേഫ്റ്റി ആയിട്ട് നടന്ന് ഈ ഒരു റോഡിൽ കൂടെ പോവാം. ഇവിടെ കടപ്പാടമൊക്കെ വെച്ച് വെച്ചിട്ടുണ്ട്. വെള്ളത്തിൽ നെല്ല് കുത്തി വെക്കുന്നുണ്ടോ? അപ്പുറത്തെ പാടം കണ്ടോ? ആകാശം ഉണ്ടോ? ഇത് നോക്കി ഇത് നോക്കി. നെല്ല് വിതയ്ക്കുന്നുണ്ടോ കയ്യിൽ നിന്ന്? നെൽപ്പാടത്തെ വെള്ളം കുടിക്കുന്നതിന്റെ നെല്ലിനെ പറ്റിയുള്ള സകല കാര്യങ്ങൾ എഴുതി വരച്ചു വെച്ചിട്ടുണ്ട്. നേരെ ഓപ്പോസിറ്റ് ഡൈനോസർ, ആന, പുലി, സിംഹം, കുരങ്ങ്, കാണ്ടാമൃഗം എല്ലാം വരച്ചു വെച്ചിട്ടുണ്ട്. അത്രയുള്ള നമുക്ക് നോക്കുമ്പോ ഇതായിട്ട് തോന്നും. ഇതിനകത്ത് കിടക്കുന്ന ഹോൾ എന്താന്ന് എനിക്ക് വെള്ളം പോവാന്, അല്ലെങ്കിൽ ആ വെള്ളം മുഴുവൻ മുകളിൽ തങ്ങിയിരിക്കും. ഇതാരാ? അപ്പൂപ്പൻ. ഗൈസ്, നേരെ അപ്പുറത്ത് കാണുന്നുണ്ടോ? ഇവിടെ കിടക്കുന്ന ട്രെയിനാണ്. ഇത് പെരിങ്കളത്തൂർ റെയിൽവേ സ്റ്റേഷൻ ആട്ടോ. മുകളിൽ കൂടെ ബൈപ്പാസ് റോഡ് പോകുന്നതാണ്ടോ? നമ്മളെ താഴത്തു കൂടെ. ഞാൻ അവിടെ നോക്കിക്കണേ, ഇവിടെ നിൽക്കുന്നപ്പോ അതേപോലെ എന്നെ കൂട്ടാതെ മുകളിൽ കൂടെ കണ്ടെയ്നർ പോകുന്നതാണ്ടോ? ഞാൻ അവിടുത്തെ ലോക്കൽ ബസ് കുറച്ച് എനിക്ക് നോക്കി. അതൊക്കെ ഫിംഗർ ഫോട്ടോയില് പെണ്ണോടിക്കുന്നുണ്ടോ? ഓ ഓണടിച്ച് പക്ഷേ ചെവിക്കല് പൊട്ടിക്കും. ഓ നമ്മൾ ഉദ്ദേശിക്കുന്ന സിറ്റി അല്ല കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിലുള്ള ക്രൗഡുള്ള സിറ്റിയാണ് ഇത്. ദാമ്പരം സിറ്റി പോലീസ്. ഇല്ല ഇല്ല ഇല്ല, നമ്മൾ നടന്നു പോകുന്ന സ്ഥലത്ത് വെയിറ്റ് ചെയ്ത് നിന്ന കേട്ടോ. ഞാൻ അങ്ങോട്ട് മൈൻഡ് ചെയ്യാതെ പുള്ളി തന്നെ പൊക്കോട്ടെ എന്ന് ഓർത്തിട്ടോ. ഗോവിന്ദളം വരെ പുള്ളി നോക്കിയിരുന്നു. അങ്ങോട്ട് അവിടെ പോണേ, ഇടുവാ. സിറ്റിയിലോട്ട് കുറച്ച് പേർക്ക് എൻട്രി ആവുന്നുണ്ടോ? അവിടുന്ന് ഒരു ജനം അങ്ങോട്ട് ഇങ്ങോട്ട് പോകുന്നുണ്ടോ? ഇതിന്റെ ഇടയിൽ ഇത്രയും ആൾക്കാരുണ്ട് കേട്ടോ. അത് 10 മിനിറ്റ് ഉള്ളെങ്കിൽ പോലും അത്രത്തോളം തിരക്ക് ഇവിടെ ഉണ്ട്. പേര് വായിച്ചാ? പേര് വായിച്ചിട്ട് ആലോചിച്ചിട്ടൊക്കെയാ പറയുന്നത്. ഇപ്പത്തോട്ട് വന്നപ്പോ ഭയങ്കര ഒരു ആശ്വാസം. എന്താന്നല്ലേ ആണോ? പ്ലെയിൻ റോഡ് പുറകിലുണ്ടോ? അവിടെ സിഗ്നൽ വീണോണ്ടോ കേട്ടോ. ഇപ്പൊ ഒരു പട സ്റ്റാർട്ടായി. ഇനി മുടിഞ്ഞ തിരക്കായിരിക്കും. അതെ ഉണ്ടല്ലേ അവന് അണ്ടിട്ടാ കൊടുക്കും അവന്. ഓക്കെ താങ്ക് യു. പെരിങ്കലത്തൂർ താഴത്തേക്ക് പോകാനുള്ളതിന്റെ ഒരു ഇതുണ്ടോ? അവിടെ കണ്ടോ? അത് ദീപമൊന്നും അല്ല കേട്ടോ, അത് അമ്പലത്തിന്റെയോ അമ്പലം ഉണ്ടാക്കാണ് സ്ഥലം ഒരു ഐഡിയ ഇല്ല. ഇതാണ് കമ്പളത്തൂർ. ആദ്യമായിട്ട് പേരൊക്കെ കേൾക്കുമ്പോ നമുക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി അല്ലേ? എനിക്ക് എങ്ങനെയുണ്ട്? എനിക്ക് മനസ്സിലാവണില്ല. എന്താ തിന്നുന്ന സാധനത്തിന്റെ പേരൊക്കെയാന്ന് പറയണ നടക്കുന്നത്. സിഗ്നൽ സ്റ്റാർട്ട് ആയിട്ടുണ്ട് കണ്ടോ? വണ്ടി വരുന്ന വരവുണ്ടോ? മൊത്തം ലൈറ്റ് അല്ലേ? മൊത്തം തിരക്ക് കൂടിട്ടോ. സ്കൂൾ ബസ് VIT ചെന്നൈ ബസ്സിൽ കയറി കിടന്ന് ഉറങ്ങുന്നു. ബൈപ്പാസ് റോഡിന്റെ സൈഡിലും ഉണ്ടോ? മുകളിൽ പുലി കിടക്കുന്നുണ്ടോ? പുലി കടിക്കുന്നില്ലേ അവിടുന്ന്? ഡോഫിൻ. ഞാൻ ചെയ്തെങ്കിൽ പേര് പറയാൻ വേണ്ടി ഇക്കായിരുന്നു. നമ്മ ബൈപ്പാസ് എന്ന് പറഞ്ഞതാണ്. ആർക്കാണല്ലോ തെറ്റൊക്കെ പറ്റൂലേ. ഞാൻ ബൈപ്പാസ് ബൈപ്രാന്നായിപ്പോയി. അത് അവിടെ ഒരാൾ കിടന്നുറങ്ങുന്നുണ്ടോ? കൊതുക് കടിച്ച് കൊല്ലും അയാളെ. അറിയുന്ന പോലും ഉണ്ടാവില്ല കൊതുക് കടിക്കുന്നത്. കപ്പല്, വിമാനം, പിന്നെന്തോ കടലി, കായല് എല്ലാം വരച്ചു വെച്ചിട്ടുണ്ടോ? ശരിക്കും മറ്റേ വലിയ വലിയ ഇതൊക്കെയാ മുഖഷേപ്പുണ്ട്. നല്ല രസമുണ്ട് കാണാൻ. കൊണ്ടുവച്ചിരിക്കുന്നത് പല്ലുണ്ട് നോക്കിക്കഴിഞ്ഞാല്. ആ തലയില്ലേ? തല തിരിഞ്ഞാടുന്നോ? അവര് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കാട്ടോ. ഇഷ്ടം പോലെ കലാകാരന്മാരുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട് ഇത് കാണാൻ. ഇത് നമ്മള് വരുമ്പോ ചോളം തള്ളിക്കൊണ്ട് പോകുന്ന കണ്ടില്ലേ? ചോളം വാരിയെടുക്കുന്നത് ഒരു ഫാമിലി നിന്ന് വാരിയെടുക്കുന്നതിന്റെ ഒരു സീനാണ് ആ പുറയില് വരച്ചു വെച്ചേക്കുന്നത്. ഓക്കെ നമ്മളെ കാണാൻ വേണ്ടി കേട്ടോ. പോളെ വല്ല സാപ്പിടുക കണ്ടിപ്പാ. ഓക്കെ ഞങ്ങള് തിരിച്ചു പോവാണ്. വീണ്ടും നമ്മളെ ട്രാഫിക്സ് കൂടി വരുന്നു. എന്നെ പിടിച്ചോണ്ട് പോവാണ്. വണ്ടി ബേക്കിൽ കീ അടിക്കുന്നു. വണ്ടി ഇങ്ങനെ കീ അടിച്ചോണ്ടായിരിക്കും.
നമ്മള് ചാടും. ഇഷ്ടം പോലെ വണ്ടി കേട്ടോ. ഇതുണ്ടോ എന്റെ തൊട്ട് സൈഡിൽ കണ്ടോ? ഭയങ്കര ഡേഞ്ചർ ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ്. തൊട്ടടുത്ത് കൂടെ വണ്ടി വരുന്നത്. നമ്മളെല്ലാവരും GST എന്ന് കേട്ടിട്ടില്ലേ? എന്നാല് നിങ്ങൾക്ക് ഞാന് ഓൾഡ് GST റോഡ് പരിചയപ്പെടുത്തി തരാം. ഇവിടുന്ന് താഴത്തോട്ട് പോയാൽ മതി. ട്രെയിൻ വരുന്നത്. അയ്യോ നല്ലൊരു കാഴ്ച. അയ്യോ നിങ്ങൾക്ക് വേണ്ടി നമ്മൾ എത്രത്തോളം സമയം അവിടെ നോക്കിയേ. എന്ത് ഭംഗി നോക്കുമല്ലേ. മുകളിലത്തെ ബൈപ്പാസിന്റെ ലൈറ്റ് ആട്ടോ അവിടെ രണ്ട് സൈഡിലും കാണുന്നത്. ഇവിടെ സിഗ്നൽ വീണ് അതുകൊണ്ടാണ് വണ്ടി സ്റ്റോപ്പ് ചെയ്ത് വെച്ചേക്കുന്നത്. ഇപ്പുറത്തെ സൈഡിൽ കൂടെ വരുന്നവർക്ക് വണ്ടി വരാം. കാലിയായി കിടക്കുന്ന റോഡ് കണ്ടോ? ഇപ്പൊ നിങ്ങൾക്ക് ഒരു പട വരുന്ന കാണാം. കാറ്റടിച്ച് പുറകിലോട്ട് നോക്കി കഴിഞ്ഞാൽ ഒന്നും കാണൂല, മൊത്തം ലൈറ്റ് ആണ്. ഇതൊന്നും അറിയാതെ എല്ലാം കണ്ടോണ്ട് നടക്കാണ്. ഇത് നോക്കുന്നത് ഞാനവിടെ എവിടാണ് നമ്മൾ നിക്കണത്? നടക്കണേ നടക്കണം. ഞാൻ വെയിറ്റ് ഷെഡിൽ ഒരാൾ കാണുന്നത് ഉറങ്ങുന്നുണ്ട് കേട്ടോ. സൈക്കിളൊക്കെ നിർത്തി. എന്റെ സൈക്കിൾ അടിച്ചോണ്ട് വന്നു. എന്റെ പുറകെ കൂടെ ട്രെയിൻ പോകുന്നുണ്ടോ? നമ്മളിവിടെ ഒരിടത്ത് ഇരിക്കുക കേട്ടോ. നമ്മുടെ ഇവിടെ പോലീസ് വന്നിട്ടുണ്ട്. നമ്മുടെ കൂടെ ഉണ്ട്, പക്ഷെ കാണിച്ചു തരാൻ പറ്റില്ല കേട്ടോ. അതുകൊണ്ടാണ്, ഇല്ലെങ്കിൽ ഞാൻ കാണിച്ചു തന്നേനെ. നമ്മുടെ തൊട്ടടുത്ത് ഇപ്പോൾ ഉണ്ട്. നമ്മളെ പുറകിലൊരു ബൈക്ക് കാണുന്നുണ്ട്. നിങ്ങള് ആ ബൈക്കിലുള്ള SPCID ആട്ടോ. ആള് നമുക്ക് എസ്കോർട്ടായിട്ട് വന്നേക്കുന്നതാണ്. മുഖവും കാര്യങ്ങളൊന്നും കാണിച്ചു തരാൻ പാടില്ല, അതാണ് അവരുടെ റൂൾസ്. അതുകൊണ്ടാണ് ഞാൻ കാണിച്ചു തരാത്ത കേട്ടോ. മുകളിലൊരു ബ്രിഡ്ജ് കാണുന്നുണ്ടോ? നമ്മളൊരു ചെറിയ റോട്ടിൽ കൂടെ കയറി നടക്കുക കേട്ടോ. അതായത് നമ്മളെ ഇനി റീച്ച് ആകുമ്പോൾ സിറ്റി എന്ന് പറഞ്ഞാല് താമ്പരം. പക്ഷെ അവിടുന്ന് ഇനി പോണെങ്കിൽ കുറെ പോടത്തിലേക്ക് കുറച്ച് പോയാൽ എന്താ വായിക്കുന്നേ? ചക്ക. ആണോ? യൂട്യൂബിൽ പറയുവാങ്ക നമ്മളിവിടുത്തെ ചക്ക വാങ്ങിക്കാം കേട്ടോ. കുറച്ച് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ഒരു 100 മീറ്റർ നമ്മളെ കാണാൻ മിനിസ്റ്റർ വരുന്നുണ്ട്. പോയി കണ്ടു നോക്കാം. എങ്ങനെയുണ്ട്? നമ്മളെ കാണാൻ വേണ്ടി ഇവിടുത്തെ മിനിസ്റ്റർ വരുന്നുണ്ട് കേട്ടോ. നമ്മള് വെയിറ്റിംഗ്. നമ്മുടെ ഷൂട്ട് ചെയ്തോണ്ടിരിക്കുക കേട്ടോ. ഇവരൊക്കെ നമ്മുടെ ഇവിടുത്തെ ഏറ്റവും വേണ്ടപ്പെട്ട ആൾക്കാരാട്ടോ. വണ്ടി ഇത് കൊണ്ടോക്കി ഇതിങ്ങനെ പിടിച്ചോ. ഓൺ ഓഫ് ചെയ്യണ്ട. കൂട്ട് എനിക്ക് സാപ്പാട് கரண்ட் வருங்க. நான் கூப்பிட்டாரு, நான் ஆல்ரெடி அண்ணனை கூப்பிட்டாரு. தண்ணி ஏதாவது வாங்கிட்டு வர வேண்டியது. நான் ஜூஸ் சொல்லி ഇതാണ് നമ്മുടെ സാറ്. അപ്പൊ നമ്മുടെ ഇവിടെ ഇപ്പൊ നമ്മൾ മീറ്റ് ചെയ്യാൻ വന്ന വെച്ചാൽ ഇവിടെ ഗില്ലി ശരത് എന്ന് പറയുന്ന മിനിസ്റ്റർ ആട്ടോ. റെസ്റ്റോറന്റ് ഇതുണ്ടോ? ഇത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് മിനിസ്റ്റർ. ഫസ്റ്റ് എക്സ്പീരിയൻസ് മാറ്റിയിരുന്നോ?
phone kila kaatı alıyor. Ne kadar ya? മണി Kerala எங்க இருக்கீங்க? Guys, ഇവരൊക്കെ ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള പ്രവർത്തകരാട്ടോ. ஆமா பிரவீனா ஏமா இது ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. ഹാപ്പിയാണോ? Guys, ഇന്ന് നമുക്ക് ഇവരുടെ കെയർ റൂമും കാര്യങ്ങളൊക്കെ. அவங்க பேரு பிரவீன் லோகேஷ் Dhanush. Rakesh. நீங்க മിനിസ്റ്റർക്ക് ஃப்ரெண்ட்ஸ் ഫ്രണ്ട്സ്. ഓക്കെ பிரதர் அண்ட் ஃப்ரெண்ட்ஸ் ഫ്രണ്ട്സ്. ഓക്കെ, താങ്ക് യു. ഈ ഒരു ഹോട്ടലിന്റെ പേരെന്താ? PRC Residency. നമ്മുടെ പേര് Harish. മലയാളിയാണ്, ആലപ്പുഴക്കാരനാണ്, ഇവിടുത്തെ മാനേജറാട്ടോ. അപ്പൊ കണ്ടതിലൊരു സന്തോഷം. ഗൈസ്, നമ്മള് റൂമിൽ വന്നു. ഹോട്ടലിൽ നിന്ന് ഭക്ഷണം വാങ്ങിച്ചില്ലേ, ആ ഭക്ഷണം നമ്മൾ കഴിക്കാൻ പോവാണ്. എന്താ വാങ്ങിച്ചെന്ന് വെച്ച് കഴിഞ്ഞാല് മന്തി. നമ്മുടെ അവിടുത്തെ ടേസ്റ്റ് ആണോന്ന് അറിയില്ല, കഴിച്ചു നോക്കിയാലേ അറിയത്തുള്ളൂ. ഒരാളവിടെ ഓരോ സാധനങ്ങൾ ഇങ്ങനെ പൊട്ടിച്ച് സെറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ രാത്രിത്തെ ഭക്ഷണം. നമുക്ക് ടിവിക്കടെ മെമ്പറായിട്ടുള്ള ആൾക്കാര് അറേഞ്ച് ചെയ്ത് തന്നിട്ടുള്ള റൂമും വാങ്ങിച്ചു തന്നിട്ടുള്ള ഫുഡും ഒക്കെ ആട്ടോ. അത് ഭയങ്കര സന്തോഷമുള്ള ഒരു ദിവസം കൂടെയാണ്.